കൊച്ചിയിൽ പട്ടാപ്പകൽ തോക്ക് ചൂണ്ടി വൻ കവർച്ച. കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 5 സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ സംഭവസ്ഥലത്ത് നിന്ന് ചേരുകയാണ്. വിപിൻ, എത്ര സമയത്തിനുള്ളിൽ ഈ അക്രമികൾ ഇവിടെ എത്തി മോഷണം നടത്തി മടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ജീവനക്കാരോട് ആരോടെങ്കിലും സംസാരിക്കാൻ വിപിൻ ആയിട്ടുണ്ടോ? വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു അക്രമം നടന്നിരിക്കുന്നു. അതായത് ഈ ഒരു കവർച്ച നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 5 സംഘം ഒരു കാറിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം ഈ അകത്തേക്ക് പോകുന്നു. ഈ പണം അവിടെ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അവരുടെ പക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തോക്ക് ചൂണ്ടുന്നു, അവിടെ ഒരു ഭീഷണിപ്പെടുത്തുന്നു, മുഖംമൂടി ധരിച്ചിരുന്നു. ഇവരെല്ലാം തന്നെ ഈ ഒരു സംഘത്തിൽ നിന്ന് ഈ പണം പിടിച്ചു വാങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഉടമയിൽ നിന്ന് പണം പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. അതിൽ ഒരാളെ ഇവിടെ തടഞ്ഞു വെച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. ജീവനക്കാരെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റീൽ കടയുടെ പുറത്താണ് ഉള്ളത്. അതിനകത്തേക്ക് ഇതിന്റെ ഡോർ പൂട്ടിയിരിക്കുകയാണ്. അതിന്റെ അകത്താണ് ചർച്ചകളും ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും. പോലീസ് അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരുണ്ട്. ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ചേട്ടാ, ഇത് എത്ര മണിക്കാ ഇത്? എനിക്കറിയില്ല. ഒരാളതിന്റെ ഉള്ളിൽ തടഞ്ഞു വെക്കുമായിരുന്നു. ഒരാളെ സാറ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വന്ന അക്രമി സംഘത്തിലെ ഒരാളെ അല്ലേ? അയാളെ അങ്ങ് തടഞ്ഞു വെച്ചു. അയാളായിരിക്കും പിന്നെ പോലീസിന് കസ്റ്റഡി കൊടുത്തിട്ടുണ്ടോ? അകത്തേക്ക് അവരാരും കയറ്റണമല്ലോ. അയാളെ ചോദ്യം ചെയ്തോണ്ടിരിക്കണെന്ന് പറഞ്ഞു. ആ ഒരാളെയോ? അതിനകത്ത് തന്നെയാണോ? അതിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞു. അത് അറിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് പണി സ്ഥലത്ത് നിന്ന്. ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ എവിടെയാണ് ഇപ്പോ? ഞങ്ങൾ ഇവിടെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ. ഇത് അറിഞ്ഞു വന്നാണ്? അറിഞ്ഞു വന്നതാ. നിങ്ങളൊക്കെ ഇവിടുത്തെ ജീവനക്കാരാണ്? ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരാ. ഇതിപ്പോ ഏകദേശം 80 ലക്ഷത്തോളം രൂപയുണ്ടെന്നാ പറയുന്നത്. അത്രയും രൂപയൊക്കെ സാധാരണ ഇവിടെ ഇങ്ങനെ ബിസിനസിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കാറുണ്ടോ? അത് പൈസ എന്ന് വെച്ചാൽ പുള്ളി ഇവിടെ ബിസിനസ്സുകാരനല്ലോ. ലോഡ് വന്നതിന്റെ കാശും വണ്ടിയുടെ ഒക്കെ ഇതുണ്ടായിരിക്കും. അത് സൂക്ഷിച്ചതായിരിക്കും അല്ലേ? ഇതിപ്പോ എങ്ങനെ ഈ ഒരു പണം ഉണ്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് വന്ന് അങ്ങനെ ഒരു അക്രമം നമുക്കറിയില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. പട്ടാപ്പകലാണ് റോഡിനോട് ചേർന്നുള്ള സ്റ്റീൽ സ്ഥാപനത്തിൽ നിന്ന് 80 ലക്ഷം രൂപ അക്രമി സംഘം കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ അക്രമി സംഘത്തിലെ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.